ഹല്ലേലൂയ. ജീസസ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. വാട്ട് ഡു യു വോണ്ട് ടു ബിക്കം? നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഒത്തിരിയേറെ ചോദിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ. കാലാവസ്ഥ നല്ല ചൂടാണ്. റിസൾട്ട് എന്തുവായി തീരും എന്ന ടെൻഷൻ മൂലം മാതാപിതാക്കന്മാരുടെ തലയ്ക്കും നല്ല ചൂട്. നമ്മളുടെ മക്കൾ ഉന്നത മേഖലകളിൽ എത്തിച്ചേരണം എന്ന ആഗ്രഹമില്ലാത്ത മാതാപിതാക്കന്മാർ ആരുമില്ല. നമ്മളുടെ മക്കൾ നല്ല ഡോക്ടർ, നല്ല എഞ്ചിനീയർ, നല്ല ബാങ്ക് ഓഫീസർ, നല്ല സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെ നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം. അങ്ങനെ സ്വപ്നങ്ങൾ ഒത്തിരിയേറെയാണ് എല്ലാവർക്കും. നമ്മൾ ആരായി തീർന്നാലും ആരെ പോലെയായി തീരണം എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ മനസ്സിനെ എന്നും ഭരിക്കണം. എല്ലാവർക്കും ഒരു ഐഡലുണ്ട്, ആരാധനാപാത്രം. ആരെ പോലെയായി തീരണമെന്ന് ചോദിച്ചാൽ ഇന്നാരെ പോലെയായി തീരണം എന്ന് പറയാറുണ്ട്. നമ്മൾ ആരൊക്കെയായി തീർന്നാലും നമ്മളുടെ ജീവിതം അത് മനുഷ്യർക്കും സമൂഹത്തിനും ദൈവത്തിനും പ്രയോജനമുള്ളതായി തീരണം. നമ്മളുടെ ജീവിതം അത് ദൈവത്തിന് പ്രസാദകരമായി തീരണം. നമ്മൾ ആരൊക്കെ ആയാലും ആരെ പോലെ ആയി തീരണം എന്നുള്ളൊരു ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമായിരിക്കണം വിശ്വാസികൾക്ക്. അത് യേശു ക്രിസ്തുവെ പോലെ ആയിത്തീരണം. വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 ഇങ്ങനെ പറയുന്നു: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഫോളോ ഗോഡ്സ് എക്സാമ്പിൾ therefore as dearly loved children. നമ്മളുടെ ഐഡലെ അനുകരിക്കാതെ, നമ്മളുടെ ആരാധനാപാത്രത്തെ അനുകരിക്കാതെ യേശുവെ, ദൈവത്തെ അനുകരിപ്പിൻ എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. 1 പത്രോസ് 2:21 ഇങ്ങനെ പറയുന്നു: അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ടു ദിസ് യു വർ കോൾഡ്, because Christ suffered for you, leaving you an example that you should follow in his steps. നമ്മളുടെ ഐഡലെ അനുകരിക്കാതെ, നമ്മളുടെ ആരാധനാപാത്രത്തെ അനുകരിക്കാതെ നമ്മൾ അനുകരിക്കേണ്ടത് യേശു ക്രിസ്തുവെയാണ്. നമുക്ക് വേണ്ടി സഹിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും, പാപത്തിൽ നമ്മൾ മരിക്കാതെ ക്രിസ്തു മൂലം നമ്മൾ എന്നെന്നും ജീവിക്കുന്നവരായി തീരുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുവെ നമ്മൾ വേണം അനുകരിക്കാൻ. വി ഷുഡ് ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ആരായാലും നല്ല ഡോക്ടർ ആയിരിക്കണം, നല്ല ബാങ്ക് ഉദ്യോഗസ്ഥരായിരിക്കണം, നല്ല എഞ്ചിനീയർ ആയിരിക്കണം. നിങ്ങൾ ഏതൊക്കെ ജോലി മേഖലകളിൽ ആയിരുന്നാലും നിങ്ങൾ അനുകരിക്കേണ്ടത്, നിങ്ങൾ ആയിത്തീരേണ്ടത് അത് യേശു ക്രിസ്തുവെ പോലെയാണ്. നിങ്ങളുടെ ജീവിതം അത് യേശു ക്രിസ്തുവെ പോലെ ജീവിക്കുക വേണം. നമ്മളുടെ വിശ്വാസം നമ്മളുടെ വാക്കിലും നമ്മളുടെ മനസ്സിലും ഒതുങ്ങിത്തീരാതെ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മളുടെ ജീവിത ശൈലിയിലും അത് വെളിപ്പെടണം. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവെ പോലെയായി തീരുവാനും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും നയിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.